പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മേ മാതാവേ, വലിയ മാധ്യസ്ഥ മണിക്കൂറിൽ അമ്മ നൽകണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. നമുക്ക് ഈ മർക്കോസിൻ്റെ സുവിശേഷം വീണ്ടും അടുത്ത ഭാഗം പഠിക്കാൻ കർത്താവ് തരുന്ന അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മർക്കോസ് 10-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. 34 വരെയുള്ള വാക്യങ്ങളിൽ ഈശോയുടെ പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും സംബന്ധിച്ച് പറഞ്ഞു തന്നു. അപ്പോൾ ആ പീഡാനുഭവത്തിൻ്റെ വഴിയിൽ ആരാണ് മുമ്പിൽ നടക്കുന്നത്? യേശുവാണ് നടക്കുന്നത്. യേശു. അതുകൊണ്ട് ഈ ഹെബ്രായ ലേഖനത്തിൽ ഒരു വചനമുണ്ട്, ഹെബ്രായർ 12:1. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. അടുത്തത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ. മനസ്സിലായോ? മുന്നിൽ ആരാ? മുന്നിൽ യേശു. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുണ്ട്. മുന്നിൽ ആരാ? യേശു. അതായത് നമ്മൾ ജീവിക്കുന്നത് അൽഫോൻസാമയെ കണ്ടിട്ടല്ല, യേശുവിനെ കണ്ടിട്ടാണ്. പക്ഷേ അൽഫോൻസാമ ഈ ജീവിതം ജീവിക്കാൻ നമുക്ക് കരുത്ത് തരുന്നുണ്ട്. വ്യത്യാസം മനസ്സിലായോ? ജീവിക്കുന്നത് അന്തോണീസിനെ കണ്ടിട്ടല്ല, യേശുവിനെ കണ്ടിട്ടാണ്. പക്ഷേ ഈ അന്തോണീസ് അങ്ങനെ ജീവിക്കാൻ നമുക്ക് സഹായവും ശക്തിയും തരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ നമ്മൾ മുന്നിൽ നോക്കുന്നത് ആരെയാ? യേശുവിനെ മാത്രമേ ഉള്ളൂ. ഈശോ എങ്ങനെ ജീവിച്ചു, ഈശോ എങ്ങനെ പെരുമാറി, മനസ്സിലായോ? അങ്ങനെയുള്ളൂ. കർത്താവ് എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. എന്ത് സാഹചര്യത്തിൽ കർത്താവ് എന്ത് ചെയ്തു? ഇത്രയേ ഉള്ളൂ റെസ്പോൺസ്, വേറൊന്നുമില്ല. എന്ത് സാഹചര്യത്തിലും ഈശോ എന്ത് ചെയ്തു? അപ്പം നമ്മൾ നടന്ന എല്ലാ വഴിയിലൂടെ അവൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ മുന്നിൽ കണ്ടുകൊണ്ട്, അപ്പോൾ വിശ്വാസത്തിൻ്റെ നാഥൻ. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. 35 മുതലുള്ള വാക്യങ്ങൾ. സബദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവനെ സമീപിച്ച് അപേക്ഷിച്ചു, ഗുരു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലത്തുവശത്തും മറ്റേയാൾ ഇടത്തുവശത്തും ഉപവിഷ്ടരാകാൻ അനുവദിക്കണമേ. യേശു പ്രതിവചിച്ചു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങൾക്ക് കഴിയും എന്നവർ മറുപടി പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും. എന്നാൽ എൻ്റെ വലത്തുവശത്തോ ഇടത്തുവശത്തോ ഇരിക്കാനുള്ള വരം തരേണ്ടത് ഞാനല്ല, അതാർക്ക് വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി. ഇവിടെ സബദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനും, അവർ ഈശോ ആദ്യം വിളിച്ച ശിഷ്യന്മാരിൽ 2 പേരാണ് അല്ലേ? പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും. അപ്പോൾ ആദ്യത്തെ ശിഷ്യന്മാരാണ്. പിന്നീട് ഈ സബദീപുത്രന്മാരായ യാക്കോബിൻ്റെ യോഹന്നാനും പ്രത്യേകത, അവർ ഈ ഇന്നർ സർക്കിളിൻ്റെ ഭാഗമാണ്. ഈശോയ്ക്ക് ശരിക്കും ഈശോയുടെ ചുറ്റും നമ്മളിങ്ങനെ വൃത്തം വരച്ചാൽ വലിയൊരു ജനക്കൂട്ടമുണ്ട് വെളിയിൽ. അതിനകത്ത് യേശുവിനെ അനുഗമിക്കുന്ന കുറേ ആളുകളുണ്ട്. അതിനകത്ത് പിന്നെ യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പുണ്ട്. 12 പേരല്ല, വലിയ ശിഷ്യന്മാരുടെ വലിയൊരു സംഘമുണ്ട്. അതിനകത്ത് 72 പേരുണ്ട്. അതിനകത്ത് 12 പേരുണ്ട്. 12-നകത്ത് 3 ഉണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യ സമൂഹത്തിനകത്ത് തന്നെ ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്തിൻ്റെ പേരിലാണ്? സമർപ്പണത്തിൻ്റെ വ്യത്യാസമാണ്. ഈ 3 പേര് ഏറ്റവും അടുത്ത് നിന്നവരാണ്, ഏറ്റവും അടുത്ത് ക്ലോസ് സർക്കിളാണ്. ആ സർക്കിളിലെ 2 പേരാണിത്. ഇനി ഇതിനകത്ത് ഒരാളൂടെ ഉള്ളൂ, പത്രോസൂടെ ഉള്ളൂ. പക്ഷെ ഇവർ സഹോദരന്മാരാണ്, യാക്കോബും യോഹന്നാൻ. സബദീപുത്രന്മാരായ യാക്കോബും യോഹന്നാൻ അവനെ സമീപിച്ച് പറഞ്ഞു, ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ഞങ്ങൾ എന്ത് ചോദിച്ചാലും അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത് തരണം. തരുമെന്ന് പറഞ്ഞാലും അവർക്ക് ഉറപ്പുണ്ട്, തരണമെന്ന് പറയണമെങ്കിൽ അവർക്ക് ഉറപ്പുണ്ട്. ഇല്ലെങ്കിൽ പറയുമോ? പറയില്ല.
ഞങ്ങൾ എന്നോ ചോദിച്ചാലും അത് തരണം. അവർ ചെന്നിട്ട് പറഞ്ഞു, കർത്താവ് ഇല്ല, അത് പറ്റില്ല, ആദ്യം കാര്യം പറയൂ എന്നിട്ട് പറയാം എന്നൊന്നും പറഞ്ഞില്ല. കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ചോദ്യം, എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലത്ത് വശത്ത് മറ്റേയാൾ ഇടത്ത് വശത്ത് ഉപേക്ഷിക്കാൻ അനുവദിക്കണം. അപ്പോൾ കണ്ടോ, തൊട്ടു മുമ്പ് എന്താ പറഞ്ഞേ? മരിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ മരണം അവർ ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ് അവർ ശ്രദ്ധിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, നീ മഹത്വപ്പെടുമ്പോൾ നിൻ്റെ മഹത്വത്തിൻ്റെ വലതുവശത്ത് ഞങ്ങളിൽ ഒരാളും ഇടതുവശത്ത് വേറൊരാളും, അതിനുള്ള വരം തരണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ ആവശ്യപ്പെടുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഞാൻ കുടിക്കുന്ന പാനപാത്രം, ആ വാക്ക് ശ്രദ്ധിച്ചോണേ, പാനപാത്രം, കപ്പ്, പാനപാത്രം കുടിക്കാൻ പറ്റുമോ? ഞാൻ മുങ്ങുന്ന സ്നാനം, വാക്ക് ശ്രദ്ധിച്ചോണേ, സ്നാനം സ്വീകരിക്കാൻ പറ്റുമോ? മുങ്ങാൻ പറ്റുമോ? പാനപാത്രവും സ്നാനവും. പാനപാത്രം എന്താ ഓർമ്മ വരുന്നേ? പാനപാത്രം കുർബാന, സ്നാനം മാമോദീസ. ശ്രദ്ധിച്ചോണേ. ഇപ്പോൾ കർത്താവ് പറയാണ്, കർത്താവ് ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ പാനപാത്രം എന്ന് പറഞ്ഞാൽ സഹനം, സ്നാനം എന്ന് പറഞ്ഞാൽ സഹനം. ഞാൻ സഹിച്ചതുപോലെ സഹിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇതാ ചോദ്യം. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കാൻ പോകുന്ന പോലെ സഹിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അവർ പറയുന്നു പറ്റും. ഞാൻ സഹിക്കുന്ന പോലെ സഹിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? വീണ്ടും ചോദിച്ചു, പറ്റും. കർത്താവ് പറഞ്ഞു, ഇല്ല പറ്റില്ല. പറഞ്ഞോ, ഇല്ല, നിങ്ങൾക്ക് പറ്റും. ഈ യാക്കോബാണ് സഭയിൽ ആദ്യമായി യേശുവിന് വേണ്ടി കൊല്ലപ്പെട്ടത്. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് കൊല്ലപ്പെട്ടത് യാക്കോബാണ്. ഇപ്പോൾ പാനപാത്രം കുടിച്ചു. സ്നാനം മുങ്ങി. യോഹന്നാനാണ് അവസാനം കൊല്ലപ്പെട്ടത്. അതായത് അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സഹിച്ച് കൊല്ലാക്കൊല ചെയ്യപ്പെട്ട് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വരെ ഇട്ട് എന്നിട്ട് മരിക്കാതെ അവസാനം മരിക്കുന്നത് യോഹന്നാനാണ്. ശരിക്കും ഈ സ്നാനം ശരിക്കും മുങ്ങി, ഈ പാനപാത്രം ശരിക്കും കുടിച്ചു. കർത്താവ് പറഞ്ഞു, പറ്റും, അതൊക്കെ പറ്റും, അതെനിക്കറിയാം. ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ മുങ്ങുന്ന സ്നാനം നിങ്ങൾ മുങ്ങും, സംശയമില്ല. പക്ഷേ എൻ്റെ വലത്തുവശത്ത് ഇടത്തുവശത്ത് ഇരിക്കുന്നത് ആരാണെന്ന് തീരുമാനിക്കാനുള്ള ആ വരം, അത് തരേണ്ടത് ഞാനല്ല, അത് പിതാവ് ആർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അവർക്കുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കൊടുത്തുവിടായിരുന്നു അവർക്ക്. എന്താ പറഞ്ഞ കാര്യം എന്നറിയാമോ? കർത്താവ് പറയുകയാണ്, ഈ കഥ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇത് തീരാൻ ലോകാവസാനം ആവും. ഈ സ്റ്റോറി ഈ സിനിമ തുടങ്ങിയിട്ടേ ഉള്ളൂ. സിനിമ തുടങ്ങുമ്പോൾ ആദ്യത്തെ സീനിൽ ഒരാൾ വന്നിട്ട് പറയാണ്, ക്ലൈമാക്സിൽ ഞങ്ങൾക്ക് നല്ലൊരു സ്ഥാനം തരാമോ? കർത്താവ് പറയാണ്, പറയാറായിട്ടില്ല. കാരണം എന്താ? നീ ജനിച്ചിട്ടില്ല, അച്ഛൻ ജനിച്ചിട്ടില്ല, സിസ്റ്റർ ജനിച്ചിട്ടില്ല, ചേച്ചി ജനിച്ചിട്ടില്ല, പറയാറായിട്ടില്ല. നാളെ ഒരാൾ ചിലപ്പോൾ ഇതിനേക്കാൾ സമർപ്പണമുള്ള ഒരാൾ വന്നെന്ന് വരാം. യാക്കോബ് മനസ്സിലായില്ലേ? ഇപ്പം പറയാൻ പറ്റില്ലെന്നാ പറയുന്നത്. നാളെ ഒരു കാലത്ത് അപ്പസ്തോലിക വിശ്വാസത്തെ കവച്ച് വെക്കുന്ന വിശ്വാസമുള്ള മറ്റൊരാൾ യേശുവിൻ്റെ നാമത്തെ പ്രതി ഈ ഭൂമിയുടെ മാറിലൂടെ നടന്നു പോയെന്ന് വരാം. അറിയില്ല. കർത്താവ് പറയാണ്, കർത്താവിന് അറിയാൻ പാടില്ല വെച്ചൊന്നുമില്ല. കർത്താവ് പറയാണ്, പറയാറായിട്ടില്ല, അത് തീരുമാനിക്കാനുള്ള സമയമായിട്ടില്ല. നിങ്ങൾ മരിക്കും എൻ്റെ പേരിൽ, ഒരു സംശയമില്ല. യാക്കോബേ, അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ നീ ആദ്യം കൊല്ലപ്പെടും. യോഹന്നാനെ, നീ അവസാനം വരെ എല്ലാ സഹനത്തിലൂടെ കടന്നു പോകും. പക്ഷേ എൻ്റെ വലതുവശത്താരാ ഇടതുവശത്താരാന്ന് തീരുമാനിക്കാൻ ഉള്ള സമയമായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. ആ വരം തരേണ്ടത് ഞാനല്ല. ഇങ്ങ് മനസ്സിലാവുന്നുണ്ടോ? ആ റോളിലേക്ക് വേറൊരാൾ വരാം.
അപ്പോൾ അതുകൊണ്ട് ഈ സംഭവങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അല്ലാതെ അവിടെ ഒരു വിഷമമൊന്നും പറഞ്ഞിട്ടല്ല. പിന്നെ ഈശോ അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, ഇവരിപ്പോൾ ഇതിൻ്റെ ഒന്നും ഒരു ഗ്രാവിറ്റി അറിഞ്ഞിട്ടൊന്നും അല്ലേ ചോദിക്കുന്നത്. ഈശോ ദൈവമാണെന്ന് മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ അവൻ മഹത്വത്തിൽ സ്വർഗീയ പ്രഭയിലിരിക്കുമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല, മറിച്ച് ഇതൊരു സ്ഥാനം കിട്ടുമെന്ന് ഓർത്താണ് പറയുന്നത്. ഒരു സ്ഥാനം, അത്രേ ഇവർ വിചാരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അത് തരേണ്ടത് ഞാനല്ല. വായിച്ചേ. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും, ഞങ്ങൾക്ക് കഴിയും. യേശു അവരോട് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും. എന്നാൽ എൻ്റെ വലത്തുവശത്തോ ഇടതുവശത്തോ, വായിച്ചേ, ഇരിക്കാനുള്ള വരം തരേണ്ടത് ഞാനല്ല, അത് ആർക്ക് വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നു അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്ക്, യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി. യേശു അവരെ അടുത്ത് വിളിച്ച് പറഞ്ഞു, വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനാകണം. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രേ. അപ്പോൾ ഈ ഒരു ഒക്കേഷൻ കർത്താവ് പഠിപ്പിക്കാനുള്ളൊരു അവസരമാക്കി മാറ്റുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാനപാത്രം എന്ന് പറഞ്ഞാൽ കുർബാന, മാമോദീസയാണ് സ്നാനം. എന്താ അത് പറഞ്ഞ എന്ത് ഉദ്ദേശം എന്തെന്നറിയാം? കർത്താവ് ശരിക്കും പറയുകയാണ്, മഹത്വത്തിൽ വലത്തുവശത്ത് ഇടത്തുവശത്ത് ഇരിക്കണമെങ്കിൽ എന്താ, കൂദാശാ ജീവിതം നയിക്കാനാണ് പറയുന്നത്. കുർബാനയിൽ സംബന്ധിക്ക്, മാമോദീസ സ്വീകരിക്കുക എന്നാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ ലെയറിലുള്ള അർത്ഥം. ആദ്യത്തെ മീനിങ് അതല്ലെങ്കിലും, പക്ഷേ നമുക്ക് സഭാജീവിതം നയിക്കുന്നത് നമുക്ക് പറയാം. കർത്താവ് എന്താ പറഞ്ഞത്? മഹത്വത്തിലേക്ക് എത്താൻ എന്താ വഴി? ആ വഴി കൂദാശാബന്ധിതമായ ജീവിതം നയിച്ച് കർത്താവ് അനുവദിക്കുന്ന സഹനങ്ങളെ സ്വീകരിച്ച് സ്നേഹത്തിന് ജീവിതം നയിക്കുക. അതിൻ്റെ ഒരു പാർട്ടല്ലേ നമ്മൾ പറഞ്ഞല്ലേ, സാക്രമെൻറ്റ്സ് ആൻഡ് സഫറിങ്, സാങ്ക്ടിഫിക്കേഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓക്കെ. അപ്പോൾ ഇത് ഈശോ പഠിപ്പിക്കാനുള്ളൊരു അവസരമാക്കി മാറ്റി. ഒരു ക്രൈസിസ് വന്നപ്പോൾ പഠിക്കാൻ. അത് എന്തെന്നറിയാം, ഇങ്ങനെ കേട്ടോണേ, ജീവിതത്തിൽ എന്ത് സഹനം, എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതിനെ ഒരു പാഠമാക്കി മാറ്റണം, ലെസൺ ആക്കണം. അതാണ് ഈ പാറ്റേൺ, ഈശോയുടെ പാറ്റേൺ എപ്പോഴും അതായിരുന്നു. കർത്താവ് ആ സാഹചര്യത്തെ ഓർത്ത് 1000 തവണ നിന്നോട് പറഞ്ഞിട്ടില്ലേ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ, വെളിവില്ലേ, നിനക്ക് മലയാളത്തിലല്ലേ പറഞ്ഞത് എന്നൊന്നും പറഞ്ഞ് കർത്താവ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. കർത്താവ് എന്ത് ചെയ്യുന്നു? ദാറ്റ് ഈസ് made into an opportunity whereby Jesus can teach something very valuable. കർത്താവിന് ഇത് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ളൊരു അവസരമാക്കി മാറ്റി. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ പറയും, ഇപ്പോൾ നമുക്കൊരു കുറവ് പറ്റിയെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ നാച്ചുറലി എന്ത് ചെയ്യും? കുറവ് പറ്റിയാലുടനെ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ട് നഖം കടിച്ചുകൊണ്ടിരിക്കും ആണോ? അല്ല, എന്ത് ചെയ്യും? കുമ്പസാരിക്കും. അങ്ങനല്ലേ ചെയ്യുന്നേ? കുമ്പസാരിക്കും. ഞാൻ കുമ്പസാരിച്ച് കഴിഞ്ഞ പാപങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പാപം കുമ്പസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ പാപമില്ല, പാഠമേ ഉള്ളൂ. പിന്നെ പാപമില്ല, പാഠമേ ഉള്ളൂ. ഒരു പാപം കുമ്പസാരിച്ച് കഴിഞ്ഞാൽ thereafter there is no mistake but only experience. പാഠം, only lesson. പാഠമുണ്ട്. ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങളെല്ലാം കുമ്പസാരത്തിന് ശേഷം പാപമല്ല, പാഠമാണ്. മനസ്സിലാവുന്നോ? അപ്പോൾ അത് ഈശോയുടെ രീതിയാണത്. ജീവിതത്തിൽ മനുഷ്യന് സംഭവിച്ച അബദ്ധങ്ങളെല്ലാം കർത്താവ് ഒരു പാഠമാക്കി മാറ്റി. അപ്പോൾ ഇപ്പം എന്താ, ഇവിടെ 2 പേര് വന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്കിത്, ഞാനതിൻ്റെ ഒരു ആഴത്തിലേക്കൊന്നും പോകുന്നില്ല, പെട്ടെന്നങ്ങ് പോവാണിത്. അത് വെച്ചാൽ അതിൻ്റെ ഒരു കോൺടാക്ട് മനസ്സിലാക്കണം. ഒരാൾ പറയുകയാണ് ഞാൻ ചാവാൻ പോവാണ്, ഒരാൾ പറയുകയാണ് എന്നെ കഴുകൻ കൊത്തി വലിക്കുന്ന പോലെ ജെറുസലേമിൻ്റെ തെരുവിലിട്ട് വലിക്കും. നിസ്സാര കാര്യമാണ് ഈ പറയുന്നത്. കമ്പിളി പുതച്ച് സൂചിച്ചുറങ്ങുമെന്നല്ല ഈ പറയുന്നത്, മറിച്ച് എന്നെ നഗ്നനാക്കിയിട്ട് അടിക്കുമെന്നായി പറയുന്നത്. എന്നെ കീറി വലിക്കുകയും കൊത്തി വലിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അതത്രയും പറയുന്നത്, ഒരാൾ പറയാണ് എനിക്കിങ്ങനെ സംഭവിക്കും, ഞാൻ ജെറുസലേമിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ കൊല്ലപ്പെടും, അതിനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ
എന്ന് പറയുമ്പോഴാണെന്ന് ഓർക്കണം, ഞങ്ങൾക്ക് സാധനം തരുമോ. എന്നിട്ട് അവരുടെ ഇടയിൽ വഴക്ക്. ബാക്കി 10 പേരോട് എന്ത് ചെയ്തു? കൂട്ടം കൂടി മാറി നിന്ന് ഇവരെ കുറ്റം പറയാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കണത്, സബദി പുത്രന്മാർ വിചാരിക്കുന്നുണ്ടോ? സബദി പുത്രന്മാർ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ വന്നിട്ട് പോയി ചോദിച്ചാണോ? ഇതിനെന്ത് പ്ലാനിങ് ഉണ്ടാവും? എത്ര ദിവസത്തെ പ്ലാനിങ് ഉണ്ടാവും? ഈശോട് ചോദിക്കാമെന്ന്. അപ്പോൾ യാക്കോബ് യോഹന്നാൻ ഈ തിരക്കിനിടയിൽ യാക്കോബ് യോഹന്നാനെ വിളിക്കും. അനിയ ഒരു സീരിയസായ കാര്യം പറയാനുണ്ട്, വാ. ഇത് ഈ ജെറുസലേമിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ മാറും, സാധനമൊക്കെ കിട്ടും, എല്ലാവരും ഇതിനു വേണ്ടി നോക്കിയിരിക്കുകയാണ്. പക്ഷെ നമുക്കെന്താണ്? നമ്മൾ ഈ ഇന്നർ സർക്കിളിനകത്തുള്ളവരാണ്. നമ്മൾ കളഞ്ഞ പോലെ ആരും കളഞ്ഞിട്ടില്ല. പത്രോസ് വഞ്ചിയെ കളഞ്ഞിട്ടുള്ളൂ, നമ്മൾ അപ്പനെയും കളഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ വേണേ, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പറയാം. അതുകൊണ്ട് ഒരു അവസരം കിട്ടുമ്പോൾ അത് ചോദിച്ച് വാങ്ങിച്ചോണം, ഇല്ലെങ്കിൽ അവസാനം ഇങ്ങനെ വായി നോക്കിയിരിക്കേണ്ടി വരും, നക്ഷത്രം വേണ്ടി ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഇവർ ഡിസ്കഷൻ നടന്നിട്ടുണ്ടാവില്ല, അതാണ് ഞാൻ പറയുന്നത്. ഇതിനിടയ്ക്ക് ഈ ഡിസ്കഷൻ എല്ലാം നടക്കുന്നത് എപ്പോഴാണ്? ഒരാൾ പറയാണ്, ഞാൻ ചാവാൻ പോവാ, എന്നെ കൊല്ലും, എന്നെ കൊത്തിവലിക്കും, എന്നെ കീറി മുറിക്കും. അപ്പം അത് മനസ്സിലാവാതെ ഇവരിവിടെ കിടന്ന് സ്ഥാനം മോഹിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ മാറി നിന്ന് ചർച്ച ചെയ്യുന്നത് ബാക്കിയുള്ളവർ ശ്രദ്ധിക്കില്ലേ? ശ്രദ്ധിക്കുമ്പോൾ അവർ പറയും, യുവമാരെന്തോ പ്ലാൻ ഇടുന്നുണ്ട്. ഇവന്മാർ നമ്മൾ വിചാരിക്കുന്ന പോലല്ല, ഇവരെന്തോ പ്ലാൻ ഇടുന്നുണ്ട്. നമുക്കിട്ടുള്ള പണിയാണ് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് സൂക്ഷിക്കണം. അതുകൊണ്ട് ഇത് ആരെങ്കിലും ഒരുത്തൻ ഈ സൈഡിലെങ്ങാണ്ട് നിന്ന് അത് പാത്ത് നിന്ന് കേട്ടിട്ട് പോവാ, അത് എന്ത് ഇവന്മാർ ഇവിടെ ഡിസ്കഷൻ വേറെ നടക്കുന്നുണ്ട്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരുത്തൻ ചെന്നിട്ട് ഇതിങ്ങനെ കേട്ടു, ഭർത്താവേ ഇടത്തും വലത്തും ഇരുത്തണേ. അപ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഇവന്മാർ ചോദിച്ചത്, ഇവന്മാർ ആലോചിച്ച് എന്തെന്നറിയാം, ഇവന് ഈ ഇടത്തും വലത്തും ഇരിക്കാനാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അവന്മാർ അമർഷം തോന്നിയെന്ന് പറഞ്ഞാൽ അവർ കൂടി ഇരുന്ന് ഇവരുടെ കുറ്റം പറയാൻ തുടങ്ങി. ഇതെല്ലാം എവിടെ നടക്കുന്നേ? ഒരാൾ മരണം സ്വീകരിക്കാനുള്ള യാത്രയിൽ മുന്നോട്ട് നടക്കുമ്പോഴാണ് പുറകിൽ ഇതെല്ലാം നടക്കുന്നത്. ഇത് തന്നെയല്ലേ ഇപ്പോഴും കർത്താവ് കിടന്ന് കുരിശിൽ കിടന്ന് പടയുകയാണ്. ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുകയാണ്, ദൈവരാജ്യത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. അപ്പോൾ അന്നേരമാണ് ഇവിടെ കസേര കളി, വടം വലി, അല്ലേ, കിടമത്സരം, ഉപജാപങ്ങൾ, നെപ്പോട്ടിസം, സ്വജനപക്ഷപാതം, തമ്മിൽ തല്ല്, കലഹം, ഉപജാപങ്ങൾ, മാനിപ്പുലേഷൻസ്, ഗൂഢാലോചനകൾ. കർത്താവ് കുരിശേ കിടന്ന് പടയുക. നമ്മുടെ കൺസേൺ മുഴുവൻ, ശിഷ്യന്മാരുടെ കൺസേൺ മുഴുവൻ പൊസിഷനിൽ അടുത്ത ആരാ, നമുക്കെന്നാ കിട്ടും, അടുത്ത പൊസിഷൻ എന്താ? ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. കുരിശേ കിടക്കുന്ന കർത്താവിൻ്റെ ഭാരം നിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും വന്നാൽ നിൻ്റെ നിലവാരം മാറും. പിന്നെ നീ വേറൊരാളാവും. പിന്നെ നിനക്ക് എല്ലാവരും ഓടുന്ന വഴിക്ക് ഓടാൻ പറ്റില്ല, എല്ലാവരും തല്ലുന്നതിന് വേണ്ടി തല്ലാനും പറ്റില്ല. യു വിൽ ബി ഡിസ്ഇൻട്രസ്റ്റഡ്. കാരണം നിൻ്റെ അകത്ത് വേറൊരു വേദന വന്നിട്ടുണ്ട്, വേറൊരു വേദന. കർത്താവ് എന്തിനെ പ്രതി വേദനിക്കുന്നു, മനസ്സിലായില്ലേ? ഇപ്പം നമ്മളെ ആരും അംഗീകരിക്കുന്നില്ല എന്ന് ഓർത്തിട്ട് നമ്മൾ കടന്ന് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വേദന ഇതൊന്നുമല്ല. കർത്താവിൻ്റെ ആഗ്രഹം നമ്മളെ ആരും അംഗീകരിക്കരുതെന്നാണ്. നമ്മളെ അവർ കുറ്റം പറഞ്ഞു, ഇവർ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വേദനിച്ചുകൊണ്ട് നടക്കുന്നത്. കർത്താവിൻ്റെ ആഗ്രഹം നമ്മളെക്കുറിച്ച് ആരും നന്മ പറയരുതെന്നാണ്. മനസ്സിലാവുന്നില്ലേ? കർത്താവിൻ്റെ ആഗ്രഹം നമ്മളെക്കുറിച്ച് ആവശ്യത്തിന് മനുഷ്യർ കുറ്റം പറയണമെന്ന് തന്നെയാണ്. അന്നേരമാണ് നമ്മൾ എന്നിട്ട് കർത്താവെ ആരും കുറ്റം പറയില്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് ഇത് വിഷയമല്ല. ദിസ് ഈസ് നത്തിങ് ഓഫ് ഹിസ് കൺസേൺ. അവൻ്റെ കൺസേൺ അല്ലിത്. അവൻ്റെ കൺസേൺ 10 കുറ്റ ആളുകൾ പറഞ്ഞിട്ടാണെങ്കിലും നീ ആത്മാക്കൾക്ക് വേണ്ടി ഇറങ്ങുമെന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം കർത്താവിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് നമുക്ക് എന്താണ് ഈ സമാധാനം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ തരാത്തത്? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, സമാധാനം തന്നാൽ നമ്മൾ അവിടെ സാമ്രാജ്യം ഉണ്ടാക്കി താമസിക്കും. കുത്തിച്ച് പൊത്തിനകത്ത് കമ്പിട്ട് കുത്തി പാമ്പിനെ ചാടിക്കത്തില്ലേ, ആ പരിപാടിയാണ് സഹനം. 41. ബാക്കി 10 പേർക്ക്
യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി. യേശു അവരെ അടുത്ത് വിളിച്ച് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഒന്നും ഈശോ ദേഷ്യപ്പെടുന്നതായിട്ട് കാണുന്നില്ല. മനസ്സ് മടുത്തിട്ടുണ്ടാവും ശരിക്കും. കാരണം ഇവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, ദൈവമേ ഇവർക്ക് പിടിയിട്ടുന്നില്ലല്ലോ എന്ന് മനസ്സ് എന്നിട്ടും വിളിച്ചിട്ട് അവരെ അടുത്ത് വിളിച്ച് പറയാൻ തുടങ്ങി. വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും. എന്ന് പറഞ്ഞാൽ വിജാതീയരുടെ ഇടയിൽ ഒരുത്തനൊരു അധികാരം ഉണ്ടെങ്കിൽ അവൻ താഴെയുള്ളവരെ ഞെരുക്കും. വിജാതീയരങ്ങനാണ്. കർത്താവ് പറയാണ്, വിജാതീയരെന്ത് ചെയ്യുന്നു? ഒരാൾക്ക് ഒരു അധികാരം കിട്ടിയാൽ, ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ അധികാരം കിട്ടിയാൽ അയാൾ എന്ത് ചെയ്യും? ഒരു സെക്യൂരിറ്റിയുടെ അധികാരം കിട്ടിയാൽ അവൻ അവിടെ ബാക്കിയുള്ളവരെ ഞെരുക്കും. ഭയങ്കര പവറാണ്. പിന്നെ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്, മനസ്സിലായോ? ഈ ഒരു മനുഷ്യൻ്റെ സ്വഭാവം ശരിക്കും എങ്ങനെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഒരു സ്ഥാനം കൊടുത്താൽ മതി. ഒരു സ്ഥാനം കൊടുത്താൽ മതി. കൊടുക്കുമ്പോൾ ശരിക്കുള്ള സാധനം വെളി വരും. കർത്താവ് പറയാണ്, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തവനായിരിക്കണം. ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും മനസ്സുള്ളവൻ ഒന്നാമത്തവനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ലേവ് എന്നാണ്. അടിമയായിരിക്കണം, എല്ലാവരുടെയും അടിമയായിരിക്കണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും. സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യം, റാൻസം, മറുവില, പകരം കൊടുക്കുന്ന വില, മോചനദ്രവ്യം. ആദ്യമായിട്ടാണ് ഈ വാക്ക് മർക്കോസി വരുന്നത്. മോചനദ്രവ്യം. ക്രിസ്തുവിൻ്റെ മരണം മനുഷ്യരാശിയുടെ പാപത്തിനുള്ള മറുവിലയാണെന്ന് ഇവിടെയാണ് ആദ്യമായിട്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്. മോചനദ്രവ്യമായി സ്വന്തം ജീവൻ കൊടുക്കാനും വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകാൻ പാടില്ല. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിമിഷങ്ങളെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, സബദിപുത്രന്മാർ ആഗ്രഹിച്ചത് സ്ഥാനമാനങ്ങളാണ്. ഞങ്ങളും വ്യത്യസ്തരല്ല. ദൈവമേ, ഈ സമയത്ത് അങ്ങയുടെ ഹൃദയത്തിലെ വേദന എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ആഗ്രഹിക്കാൻ, അതിനുവേണ്ടി ഭാരപ്പെടാൻ കർത്താവെ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.